ഈ വീഡിയോയിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ചില ദിവസങ്ങൾക്ക് മുമ്പായി സമൂഹ മാധ്യമങ്ങളിൽ വന്ന ജോസഫ് പുത്തൻപുരയ്ക്കൽ എന്ന കത്തോലിക്ക അച്ഛൻ പെന്തക്കോസ്തുകാർക്കെതിരെ നടത്തിയിട്ടുള്ള രൂക്ഷ വിമർശനത്തിനുള്ളതായ ഒരു മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമതായി അച്ഛൻ പറയുന്നു, അച്ഛന് പെന്തക്കോസ്തുകാരെ കാണുമ്പോഴെല്ലാം ഭയങ്കരമായ അമർഷം എന്നാണ്. ഒരു പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്ററായ എനിക്ക് കത്തോലിക്കരോട് യാതൊരു വിധമായ അമർഷം ഇല്ല, മറിച്ച് അവരോട് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം ഞാൻ വിദ്യാഭ്യാസം നടത്തിയതെല്ലാം കത്തോലിക്ക മാനേജ്മെൻറ്റ് നടത്തുന്നതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. അതുപോലെ തന്നെ എൻ്റെ 2 കുട്ടികളും പഠിക്കുന്നത് കത്തോലിക്ക മാനേജ്മെൻറ്റ് നടത്തുന്നതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും കത്തോലിക്ക സഭ നടത്തുന്നതായ എല്ലാ നല്ല പ്രവൃത്തികളെയും ഞാൻ അങ്ങേയറ്റം ആദരവോടുകൂടെ കാണുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളായും അഭുദായ കാംക്ഷികളായും അനേക കത്തോലിക്കരുണ്ട്. അതുകൊണ്ട് അവരെ എല്ലാം തികഞ്ഞ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എന്നാൽ കത്തോലിക്കരുടേതായ പല പ്രവർത്തനങ്ങളും ഭൗതിക തലത്തിൽ വളരെ നല്ലതാണ് എങ്കിലും ആത്മീയ കാര്യങ്ങളിൽ അവർ ദൈവവചനവുമായിട്ട് യാതൊരു വിധമായ ബന്ധവുമില്ലാത്തതായ പ്രവൃത്തികളും ആചാരങ്ങളുമാണ് അവർ പിന്തുടർന്നു പോകുന്നത്. എന്നാൽ അത്തരം ആചാരങ്ങൾ പിന്തുടർന്നാൽ ഒരിക്കലും അവരുടേതായ ആത്മാവ് നിത്യരക്ഷ പ്രാപിക്കുകയില്ല എന്നുള്ളതായ സത്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ദൈവവചന സത്യങ്ങൾ ഞാൻ പിന്തുടരുകയും അതുപോലെ തന്നെ ആ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഉന്നയിച്ചതായ ആരോപണങ്ങളിൽ ഒന്ന്, പെന്തക്കോസ്തുകാരെല്ലാം മറിയയെ പഴുത്തൊലിയായിട്ട് മുട്ടത്തോടുമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. തികച്ചും തെറ്റായ ഒരു പ്രസ്താവനയാണ്. യേശുവിൻ്റെ അമ്മ എന്നുള്ള നിലയ്ക്ക് തികഞ്ഞ ആദരവോടും ബഹുമാനത്തോടും കൂടെയാണ് പെന്തക്കോസ്തുകാർ മറിയയെ കാണുന്നത്. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന കർത്താവിൻ്റെ വചനത്തെ പറയുന്നത് പോലെ മറിയ ഒരു ഭാഗ്യവതിയായ ഒരു അമ്മയാണ്. ലോകരക്ഷിതാവിനെ ലോകത്തിലേക്ക് ദാനം ചെയ്യുവാൻ പിതാവായ ദൈവം തിരഞ്ഞെടുത്തതായ ഒരു പാത്രമാണ് മറിയ എന്നുള്ളതായ കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. അതുകൊണ്ട് മറിയയ്ക്ക് ദൈവത്തിൻ്റെതായ കൃപ ലഭിച്ചിരിക്കുന്നു. കൃപ ലഭിച്ചതായ മറിയ എന്തുകൊണ്ടും ബഹുമാനത്തിന് യോഗ്യയാണ്. തികഞ്ഞ ബഹുമാനത്തോടുകൂടെ മാത്രമേ പെന്തക്കോസ്തുകാർ മറിയയെ കാണുന്നുള്ളൂ. എന്നാൽ മറിയയോട് പ്രാർത്ഥിക്കുവാനോ മറിയയെ ആരാധിക്കുവാനോ മറിയയുടെ വിഗ്രഹം ഉണ്ടാക്കുവാനോ മറിയയുടെ പേരിൽ തിരുനാൾ ആഘോഷിക്കുവാനോ ഒന്നും ദൈവവചനം പറയാത്തത് കൊണ്ട് മാത്രം അതൊന്നും പെന്തക്കോസ്തുകാർ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് മറിയയോട് ബഹുമാനക്കുറവോ അല്ലെങ്കിൽ മറിയയെ ഒരു വില കുറഞ്ഞതായ ആളായിട്ട് പെന്തക്കോസ്തുകാർ കാണുന്നു എന്നതിന് അർത്ഥമില്ല. രണ്ടാമതായി അച്ഛൻ മറിയയുടേതായ മഹത്വം വർണ്ണിക്കുവാൻ വേണ്ടി 3 വേദഭാഗങ്ങൾ അച്ഛൻ തൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ്. ഒന്ന്, യേശുക്രിസ്തു ജനിച്ചപ്പോൾ ആദ്യമായി കണ്ടത് പരിശുദ്ധ അമ്മയുടേതായ മുഖം എന്ന് ലൂക്കാ 2 പറയുന്നു എന്ന് അച്ഛൻ പറയുന്നു. ഒരു ശിശു ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ശിശുവിൻ്റെ മാതാവിൻ്റെ മുഖമായിരിക്കും അതിൽ കാണുന്നത്. എന്നാൽ യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യ ശിശു മാത്രമല്ല, അവൻ അനാദിയായും ശാശ്വതവാസിയുമായ ദൈവമാണ്. ദൈവമെന്നുള്ള നിലയിൽ അതിനു മുമ്പ് തന്നെ അനേക മനുഷ്യരുടെ മുഖങ്ങളെല്ലാം യേശു കണ്ടിട്ടുണ്ട്. പഴയ നിയമ വേദഭാഗങ്ങൾ വായിച്ചാലെല്ലാം അച്ഛന് അത് മനസ്സിലാകും. അടുത്തതായി ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ മാതാവിൻ്റെ മുഖമാണ് അവസാനമായി യേശു കണ്ടത് എന്ന് കാണുന്നു. അച്ഛൻ 22-ാമത്തെ അധ്യായമോ 23-ാമത്തെ അധ്യായമോ ലൂക്കായുടെ സുവിശേഷം വായിച്ചു നോക്കൂ. അത്തരത്തിലൊരു സംഭവമൊന്നും അവിടെയൊന്നും കാണുന്നില്ല. മൂന്നാമതായി അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ദൈവസഭയെ ആദിമസഭയെ നയിച്ചത് പരിശുദ്ധ അമ്മ എന്ന് അച്ഛൻ പറയുന്നു. തികച്ചും തെറ്റായ പ്രസ്താവനയാണ്. അവിടെ മാളികമുറിയിൽ കൂടി വന്നവരുടെ കൂട്ടത്തിൽ മറിയ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അവിടെ കൂടി വന്ന ജനത്തോട് വചനം സംസാരിച്ചതും ദൈവസഭയുടേതായ ഉപദേശ സത്യങ്ങൾ ജനത്തെ മനസ്സിലാക്കി കൊടുത്തതും എല്ലാം അപ്പോസ്തലനായ പത്രോസ് ആയിരുന്നു. അതുകൊണ്ട് ആ വാദങ്ങൾ തന്നെ ഇവിടെ പൊളിയുകയാണ് ചെയ്യുന്നത്. അടുത്ത്
കത്തോലിക്കർക്കൊന്നും സഹിക്കാൻ പറ്റാത്തതായ ഒരു കാര്യമാണ് മറിയ യേശുവിനെ കൂടാതെ മക്കളെ പ്രസവിച്ചു എന്നുള്ളതായ ദൈവവചന സത്യങ്ങൾ. യേശുവിൻ്റെ സഹോദരന്മാരെല്ലാം ഇവർ വ്യാഖ്യാനിച്ച് യേശുവിൻ്റെ കസിൻസാക്കി മാറ്റും. അതിന് മാർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ വാക്യം എടുത്ത് ഒരു സർക്കസുകാരൻ്റെ ലാഘവത്തോടുകൂടെ അച്ഛൻ തൻ്റേതായ കള്ളത്തരം അവിടെ പ്രസ്താവിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ആ വാക്യത്തിൽ യേശുവിൻ്റെ സഹോദരനായ യോസയുടെ അമ്മ മറിയ എന്ന് അവിടെ കാണുന്നു. യേശുവിൻ്റെ സഹോദരനായ യൂദയുടെ അമ്മ സലോമി എന്ന് ആ വേദഭാഗത്ത് പറയുന്നതെന്നാണ്. അച്ഛൻ ആ വേദപുസ്തകം POC ബൈബിൾ തന്നെ എടുത്ത് ആ വേദഭാഗം ഒന്ന് വായിക്കും. അച്ഛൻ പറഞ്ഞതായ കാര്യം അവിടെ ഉണ്ടോ, അങ്ങനെയാണോ ആ വാക്യം എഴുതിയിരിക്കുന്നതെന്ന് അച്ഛനൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് വായിച്ചാൽ കൊള്ളാം. ഇനി ഒരു വാദത്തിന് വേണ്ടി യാക്കോബും യോസയും യൂദയും എല്ലാം യേശുവിൻ്റെ കസിൻസ് ആണെന്ന് വെച്ചാൽ തന്നെ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യോസേഫ് മറിയയെ ഭാര്യയായി ചേർത്ത് കൊണ്ടുവരുന്നു. യേശുവിനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞിരുന്നില്ല എന്ന് കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ പ്രസവിക്കുന്നത് വരെ യോസേഫ് അവളെ അറിഞ്ഞിരുന്നു. കാരണം യേശു പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി എന്ന് ഉള്ളതായ അറിവ് യോസേഫിനുണ്ടായിരുന്നത് കൊണ്ട് അതിലൊരു മാനുഷിക സ്പർശം ആവശ്യമില്ല എന്ന് യോസേഫ് മനസ്സിലാക്കിയത് കൊണ്ട് അതിനുശേഷം അവർ ഭാര്യ ഭർത്താക്കന്മാരായി ഉള്ളതായ ജീവിതം അവർ നയിച്ചു എന്നാണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ POC ബൈബിൾ തന്നെ പറയുന്നു, അവൾ കടിഞ്ഞൂൽ പുത്രനും, അതായത് മറിയ കടിഞ്ഞൂൽ പുത്രന് ജന്മം നൽകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനുശേഷവും മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതല്ല യേശുക്രിസ്തു മാത്രമാണ് മറിയയ്ക്ക് മകനായിട്ടുണ്ടായിരുന്നതെങ്കിൽ അവൾ ഏകജാതനായ മകന് ജന്മം നൽകി എന്നായിരിക്കും അവിടെ ലൂക്കോസ് എഴുതി ചേർക്കുന്നത്. ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് മറിയ വേറെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരുന്നു, യേശുവിന് വേറെ സഹോദരന്മാരുണ്ടായിരുന്നു എന്നുള്ളതായ കാര്യം പകൽ പോലെ വ്യക്തമാണ്. എന്നാൽ മറിയയെ നിത്യകന്യകയാക്കുക എന്നുള്ളതായ കത്തോലിക്കരുടേതായ ആ വലിയ ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവർ ഈ ബൈബിൾ വചനങ്ങളെയെല്ലാം വ്യാഖ്യാനം ചെയ്യുന്നത്. മറ്റൊന്ന് അച്ഛൻ ഉന്നയിക്കുന്നതായ ഒരു ആരോപണം പെന്തക്കോസ്തുകാരെല്ലാം അനേക കുടുംബങ്ങളെ തകർത്തു എന്നാണ്. ഒരിക്കലും അങ്ങനെ ഒരു പെന്തക്കോസ്തുകാരും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. മറിച്ച് മദ്യപാനം മുഖാന്തരവും അനേക പാപപ്രവർത്തികൾ മുഖാന്തരവും തകർത്തിരിക്കുന്നതായ അനേക കുടുംബങ്ങളെ പണിത ചരിത്രമാണ് പെന്തക്കോസ്തുകാർക്ക് പറയുവാനുള്ളത്. എന്നാൽ സത്യവിശ്വാസം അറിഞ്ഞ നിമിത്തം കുടുംബങ്ങളിൽ നിന്നും സമുദായത്തിൽ നിന്നുമെല്ലാം പുറന്തള്ളപ്പെട്ടവർ അനേകരുണ്ട്. എന്നാൽ അവർ പുറന്തള്ളപ്പെട്ടിട്ടും അവരറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്നത് മുഖാന്തരം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ പുറന്തള്ളിയവരെല്ലാം അവരെ തിരികെ ചേർക്കുകയും മാത്രമല്ല അവർ ആചരിച്ചു വന്നതായ സമുദായങ്ങളെല്ലാം വിട്ട് കുടുംബമായി അവർ ദൈവവചന സത്യങ്ങളിലേക്ക് വന്നതായ ചരിത്രമാണ് പെന്തക്കോസ്തിന് പറയുവാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ അനേക കത്തോലിക്ക അച്ഛന്മാരും അനേക കന്യാസ്ത്രീകളും അവർ ആചരിച്ചു വന്നതായ കത്തോലിക്ക സഭയുടെ ആചാരങ്ങളെല്ലാം വിട്ടുകൊണ്ട് ദൈവവചന സത്യത്തിലേക്ക് കടന്നു വരുവാനിടയായി. അതുപോലെ പ്രിയ അച്ഛനും ദൈവവചന സത്യങ്ങൾ മനസ്സിലാക്കി ദൈവവചനത്തെ യഥാർത്ഥപരമായി പഠിപ്പിക്കുവാൻ വേണ്ടി അച്ഛൻ പരിശ്രമിക്കണം. സത്യവചനത്തെ യഥാർത്ഥപരമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായ കർത്താവിന് കൊള്ളാവുന്നവനായി അച്ഛൻ നിൽക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനായി ദൈവം അച്ഛനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ മറുപടിയിൽ നിന്നും വിരമിക്കും.